കേരളത്തിൽ ഇത്തവണ ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ എന്ന ചോദ്യം പൊതുവെ ഉയരുന്നില്ല. പകരം ബി ജെ പി എത്ര സീറ്റ് കിട്ടും എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിന്റെ അർത്ഥം ബി ജെ പി എന്തായാലും ചില സീറ്റുകളിലെങ്കിലും ജയിക്കും. അത് എത്രത്തോളം എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അതിനൊരു പശ്ചാത്തലമുണ്ട്. കാരണം കേരളത്തിൽ വർഷങ്ങളായിട്ട് ബി ജെ പിയുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചു. തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിലും അതോടൊപ്പം തന്നെ ആലപ്പുഴയിലും വലിയ മികച്ച പ്രകടനമാണ് ബി ജെ പി നടത്തിയത്. നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും അതുപോലെ തന്നെ നിരവധി മണ്ഡലങ്ങൾ നിർണായക സ്ഥാനത്തുമാണ്. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2 പാറ്റേൺ ആണെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ നേട്ടം കൈവരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ അവർക്ക് പറ്റിയെന്ന് വരത്തില്ല. എന്നാൽ പോലും ബി ജെ പിയുടെ സാധ്യത ഒരു നല്ലൊരു ശതമാനം 2 അക്ക സംഖ്യയിലെങ്കിലും ബി ജെ പി എത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് പൊതുവെ മനസ്സിലാവുന്നത്. എങ്ങനെയാണ് ബി ജെ പിക്ക് എന്താണ് നളിൻ പറയുന്നത്? എത്ര സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്? ബി ജെ പിക്ക് ഏറ്റവും ചുരുങ്ങിയത് 2 സീറ്റ് ഏതാണ്ട് ഉറപ്പിച്ചു എന്ന് പറയാം. നിയമം എന്തായാലും കിട്ടും, കണക്കൂട്ടം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. പാലക്കാട് അവസാന നിമിഷം ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള ഒരു വികാരം ഉണ്ടായിട്ടുണ്ട്. അവരെ വേട്ടയാടുന്നു എന്നുള്ള ഒരു പ്രതീതി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കിടയിലുണ്ട്. ശോഭാ സുരേന്ദ്രൻ അത് ഗുണാവുന്ന അവിടെയുള്ള CPM-മാരും UDF-കാരും തന്നെ നമ്മളോട് പറയുന്നുണ്ട്, രഹസ്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതൊരു ഫാക്ടറാണ്. പിന്നെ മഞ്ചേശ്വരത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു ഫൈറ്റ് അവിടെ നടത്തിയിട്ടുണ്ട്. ജയിക്കുകയാണെങ്കിൽ ജയിക്കും, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അതാണെന്ന് തോന്നുന്നത്. ഈ ഇതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഇവരൊക്കെ നിയമസഭയിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്ട്. അതായത് ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ, ഇവർ രണ്ടുപേരും മസ്റ്റായിട്ട് നിയമസഭയിൽ വേണം. അതിനർത്ഥം മറ്റുള്ളവർ വേണ്ടെന്നല്ല, പക്ഷെ ഇവരുടെ ഒരു സാന്നിധ്യം, ഇത്തരം ഫയർ ബ്രാൻഡ് ലീഡേഴ്സ് വേണം എന്നുള്ളൊരു ആഗ്രഹം ബി ജെ പിയുടെ അണികൾക്കും വലിയ രീതിയിലുണ്ട്. കാരണം ഇവർ നിയമസഭ കാണരുത് എന്നുള്ള ഒരു പ്രഖ്യാപിത അജണ്ട എതിരാളികൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ ഉണ്ട് താനും. അപ്പൊ എന്തായാലും ഇത്തവണ ബി ജെ പി വലിയൊരു മുന്നേറ്റം ഉണ്ടാകും. ചിലപ്പോൾ സീറ്റ് എത്രത്തോളം കൺവേർട്ട് ചെയ്യപ്പെടും എന്നുള്ള അറിയില്ല. പക്ഷെ എന്തായാലും പ്രതിനിധികൾ ഉണ്ടാവും, MLA-മാരുണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അണ്ടർ കറന്റ് വഴി ഒരു 15 സീറ്റ് വരെയൊക്കെ വന്നേക്കാം. അതാണ് എനിക്ക് തോന്നുന്നത്. ബി ജെ പിയുടെ സാധ്യത നിരവധി സീറ്റുകളിൽ സാധ്യതയുണ്ട്. ഇപ്പോ നമ്മള് വടക്കുന്ന് എടുക്കുന്നതിന് തെക്കുന്ന് എടുക്കുകയാണെങ്കിൽ അപ്പൊ തിരുവനന്തപുരത്തും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേമവും കഴക്കൂട്ടവും ബി ജെ പിക്ക് നല്ലൊരു സ്വാധീനമുള്ള പ്രദേശമാണ്. പക്ഷേ തിരുവനന്തപുരം സെൻട്രൽ, അതായത് തിരുവനന്തപുരം മണ്ഡലം, ആ തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പിക്ക് ജയസാധ്യത പൊതുവെ കുറവായിരുന്നു. കാരണം 2 തവണയും കൃഷ്ണകുമാർ നിന്നു, അതിന് തൊട്ട് മുമ്പ് ശ്രീശാന്ത് 35,000 വോട്ടാ ഇതിലാ പിടിച്ചത്. പക്ഷെ ഇപ്പോഴും അവർക്കൊരു അന്ന് കിട്ടിയതിനേക്കാൾ 8,000 9,000 വോട്ട് കൂടുതലുണ്ടെങ്കിൽ ഇപ്പോൾ ജയിക്കാൻ പറ്റുന്ന സ്ഥിതിയാണ്. മാത്രമല്ല ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ ഒരുപാട് വാർഡുകളുണ്ട്. ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ ഒരുപാട് വാർഡുകളുണ്ട്. ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ബി ജെ പി ജയിച്ചതാണ്. അതേസമയത്ത് മൈനോറിറ്റി ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലായിരുന്നു കഴിഞ്ഞവണ ആന്റണി രാജുവിന്. കാരണം LDF-നോടാണ് പൊതുവെ ക്രിസ്ത്യൻ വോട്ട് കഴിഞ്ഞവണ പോയത്. പൂന്തുറ, വെള്ളക്കടവ്, ആ മേഖല അല്ലെ, വലിയ തുറ, ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അപ്പം അത് മുസ്ലിം ബെൽറ്റ് ഉണ്ട്, ക്രിസ്ത്യൻ ബെൽറ്റ് ഉണ്ട്. പക്ഷെ ഇത്തവണ UDF-നാണ് LDF-നേക്കാൾ സാധ്യതയുള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത്. കാരണം LDF-ന് അങ്ങനെ ഒരു പരമ്പരാഗത വോട്ട് ആ ഭാഗങ്ങളിൽ, LDF-ന് ഈ ഭാഗങ്ങളിൽ മാത്രമേ LDF-ന് വോട്ടുള്ളൂ. പക്ഷെ CP ജോണിന് അതുകൊണ്ട് തന്നെ ചെറിയൊരു സാധ്യത ആദ്യം കൽപ്പിക്കപ്പെടുന്നത്. പക്ഷെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ഘടകം എന്ന് പറയുന്നത് ഒന്ന് ഇവിടത്തെ വോട്ടും, രണ്ടാമത്തത് നേരത്തെ ഉണ്ടായിരുന്ന UDF സ്ഥാനാർത്ഥികൾ, അത് ശിവകുമാറൊക്കെ ആണെങ്കിൽ പോലും അവരൊക്കെ തന്നെ ഈ ഹിന്ദു മേഖലയിൽ നിന്ന് അവർ വോട്ട് പിടിച്ചിരുന്നു. ഒരുപക്ഷെ CP ജോണിന് അങ്ങനെ ഒരു വോട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ NSS പോലത്തെ സംഘടനകളുടെ ഒരു ആത്മാർത്ഥമായ പിന്തുണ കരമന ജയൻ ഉണ്ടായിരുന്നു. ഫോർട്ട് വാർഡിലൊക്കെ ബി ജെ പി വലിയ ഭൂരിപക്ഷമാണ് നേടിയത്. അപ്പൊ അതുകൊണ്ട് ഒരു സാധ്യത നമുക്ക് ചുറ്റുള്ള ഒരു 7-8 വാർഡുകൾ ബി ജെ പിയാണ് ജയിച്ചത്. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല തിരുവനന്തപുരം. പിന്നെ വട്ടിയൂർക്കാവിലും ഒരു സംഘടിതമായ പ്രചരണം ഇവർക്കെതിരായിട്ടുണ്ടായിരുന്നു മാധ്യമത്തിലൂടെയൊക്കെ തന്നെ. പക്ഷെ എന്നാൽ പോലും നല്ല രീതിയിൽ ഒരു പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്. മുരളീധരൻ 3ാമത് പോകുന്നുള്ള ഒരു പൊതുവെ വന്നിട്ടുണ്ട്. പ്രശാന്ത് ആണെങ്കിലും അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കിയിട്ട് അവസാനം ഒരു ജയിക്കാത്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്. കണക്കുകൾ എങ്ങനെയാണെന്ന് നടത്തി. അപ്പൊ അതുകൊണ്ട്
ഈ 4 സീറ്റും BJP ജയിക്കുകയാണെങ്കിൽ കാട്ടാക്കടയിൽ- അത്ഭുതപ്പെടാനില്ല. കാട്ടാക്കട കാട്ടാക്കടയിലും കടുത്ത ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് 47,000-ലധികം വോട്ടാണ് വി മുരളീധരൻ പിടിച്ചത്. കാട്ടാക്കട BJP ലീഡ് ചെയ്ത സീറ്റാണ്. 2 പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട്. 6 പഞ്ചായത്തിൽ 2 പഞ്ചായത്ത് BJPയുടെ കയ്യിലാണ്. 6 കൂടുതൽ. 6 പഞ്ചായത്തിൽ 2 ആണ് ഈ കാട്ടാക്കട ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ നെടുമങ്ങാടും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. നെടുമങ്ങാട് ഒരുപക്ഷെ LDF-ന് അനുകൂലമായ ഒരു മണ്ഡലമാണ്. GR അനിലിന്റെ ഒരു മണ്ഡലമാണ്. പക്ഷെ യുവരാജ് നന്നായിട്ട് വോട്ട് പിടിക്കും. യുവരാജ് ഗോകുൽ നന്നായിട്ട് വോട്ട് പിടിക്കും. പ്രചരണത്തില് യുവരാജ് ആയിരുന്നു മുന്നിൽ. അതൊരു ഞാൻ ആ മണ്ഡലത്തിൽ നിൽക്കുന്ന ആളാണ്, ജീവിക്കുന്ന ആളാണ്. അതേപോലെ വർക്കല, ചിറയൻകീഴ്, ആറ്റിങ്ങലിൽ BJP തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്ത് വന്നതാണ് P. സുധീർ. BJP നേരത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഇപ്പൊ വൈസ് പ്രസിഡന്റാണ്. സുധീർ അവർ മുമ്പും മത്സരിച്ച് 2ാം സ്ഥാനത്ത് വന്നു. ആ 2ാം സ്ഥാനത്ത് വന്ന സീറ്റിലാണ് അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സാധ്യത. നിലവിലെ MLA ആയിട്ടുള്ള സിറ്റിംഗ് MLA ആയ അംബികക്കെതിരെ ഭയങ്കര ജനവികാരം CPM-ന് ഇടയിൽ തന്നെ, CPM-ന് അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ വോട്ട് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ജയിച്ചു സ്ഥാനാർത്ഥി ആവില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നിവൃത്തികേട് കൊണ്ട് അവരെ ആക്കിയാന്ന് അവിടെ വേറെ സ്ഥാനാർത്ഥികൾക്ക് അവിടെ പ്രതിഷ്ഠിച്ച. ചിറയൻകീഴിൽ പക്ഷേ BJP ഇത്തവണ നിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായിരുന്ന ആളെയാണ്. അത് എത്രത്തോളം ആശാനാഥ് നല്ല വോട്ട് പിടിച്ച ആശാനാഥ് 30,000-ലധികം വോട്ട് പിടിച്ചൊരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് കുറെ മണ്ഡലങ്ങളിൽ BJPക്ക് സാധ്യതയുണ്ട്. കൂടുതൽ സാധ്യതയുള്ള ഈ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ഈവൻ നിങ്ങൾ പറഞ്ഞ പോലെ കാട്ടാക്കട, അതേപോലെ തന്നെ തിരുവനന്തപുരം, ഈ മണ്ഡലങ്ങളിൽ കൂടുതൽ സാധ്യതയുണ്ട്. കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ ചാത്തന്നൂരാണ് BJPയുടെ ഒരു കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. പക്ഷെ മറ്റെല്ലാം കരുനാഗപ്പള്ളിയിൽ നല്ല വോട്ട് പിടിക്കും. ചിലപ്പോൾ 2ാമതൊക്കെ വരും. ജിതിൻ ദേവ് നല്ല സ്ഥാനാർത്ഥിയാണ്, നല്ല പ്രചാരണം. കുണ്ടറയിൽ നല്ല വർക്ക് നടക്കുന്നുണ്ട്. ബിഗ് ബോസ് താരം റോബിൻ. അതുകൊണ്ട് കൊല്ലം ജില്ലയിൽ ഒരു സീറ്റ് ഏതാണ്ട് BJP ഉറപ്പിച്ച രീതിയിലാണ്. ഗോപകുമാർ ഇത്തവണ ജയിക്കണം എന്നുള്ളൊരു ഇത് മണ്ഡലത്തിൽ ഉണ്ടെന്ന് പറയുന്നു. അനുകൂല 2 തവണയും 2ാം സ്ഥാനത്ത് വന്നു. ജനകീയനാണ്. ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരൊക്കെ BJP നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാണ്. ഹരിപ്പാടാണ് നല്ല ഫൈറ്റ് നടക്കുന്നത്. ഹരിപ്പാട് നല്ല ക്യാമ്പയിനിങ് ആണ്. സന്ദീപ് വചസ്പതി അവിടെ ക്യാമ്പ് ചെയ്ത് കുറെ കാലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ആ മേഖലയിൽ. ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ഒക്കെയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആ മേഖലയിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അത് രമേശ് ചെന്നിത്തല വോട്ടുകളാണ് അദ്ദേഹം പിടിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. അപ്പൊ ചെന്നിത്തലയ്ക്ക് ഒരു വിഷയമായിരിക്കും. നല്ല ക്യാമ്പയിനിങ് ആണ് അവിടെ നടന്നിരിക്കുന്നത്. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ചെന്നിത്തല അതുകൊണ്ട് കുറച്ച് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണമൊക്കെ ഫോക്കസ് ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അവസാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ നന്നായി വോട്ട് പിടിച്ചാണ്. അത് കരുനാഗപ്പള്ളിയും ഈ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. അവിടെ നല്ല വോട്ട് അവർ പിടിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു അരൂരാണെങ്കിലും കായംകുളത്താണെങ്കിലും അവിടെയൊക്കെ BDJ സ്ഥാനാർത്ഥികളാണ്. നല്ല പെർഫോമൻസ് നടത്താനാണ് സാധ്യത. അപ്പൊ ഏതെങ്കിലും ആ ഒരു വോട്ട് ട്രാൻസ്ഫർ എത്രത്തോളം വരും എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ ആയിരിക്കുന്നത്. BDJS BJP ആ ഒരു വോട്ട് ട്രാൻസ്ഫർ 2016 പോലെ പിന്നീട് കണ്ടിട്ടില്ല. അതെങ്ങനെ വരും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് അറിയില്ല. കാരണം BDJ സ്ഥാനാർത്ഥികൾ ഇപ്പൊ ഒരു ആക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ അത് എത്രത്തോളം നമുക്ക് അത് വോട്ടായിട്ട് വരും എന്നുള്ളത് എങ്ങനെ ഗ്രൗണ്ടിൽ വരും എന്നുള്ളത് കണ്ടറിയണം. റിസൾട്ട് വരുമ്പോഴേ അറിയും. പത്തനംതിട്ടയിലേക്ക് പോവുകയാണെങ്കിൽ പത്തനംതിട്ടയിലെ ആറന്മുളയിൽ കുമ്മനം രാജശേഖരന്റെ ഒരു നല്ല അബിൻ വർക്ക് ജയിക്കും. പക്ഷെ കുമ്മനം ചിലപ്പോൾ 2ാമത് വരുമെന്ന് പറയുന്നുണ്ട്. CPM തന്നെ പറയുന്നു 3ാമത് പോയേക്കാം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അപ്പം തോൽക്കുന്ന മന്ത്രിമാരിൽ തോൽവി ഉറപ്പാ. അതേപോലെ കോന്നിയിൽ K. സുരേന്ദ്രൻ നന്നായിട്ട് പെർഫോം ചെയ്ത മണ്ഡലമാണ്. അവിടെ പക്ഷെ ഇത്തവണ എനിക്ക് തോന്നുന്നു BDJ സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നു. പിന്നെ തിരുവല്ലയുണ്ട്. തിരുവല്ലയിലാണ് നല്ല മത്സരം. അനൂപ് ആന്റണി കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് അനൂപ് ആന്റണി. പ്രധാനമന്ത്രി അനൂപ് ആന്റണിയെ പരാമർശിച്ചിരുന്നു. അപ്പൊ അതൊക്കെ ഒരു അനുകൂലമായ തരംഗം ഉണ്ടാകുന്ന ഉറപ്പാണ്. അതേപോലെ കോട്ടയത്താണ് BJP നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഇപ്പൊ ഏറ്റവും വിവാദമായ 3 മണ്ഡലങ്ങൾ. അതായത് പാല, പൂഞ്ഞാറ്, കാഞ്ഞിരപ്പള്ളിയിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ്. പൂഞ്ഞാറിലാണെങ്കിൽ 1980 മുതൽ അദ്ദേഹം അവിടുത്തെ MLA ആണ്. PC ചൊരത്രയും അയാൾ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. കഴിഞ്ഞ തവണയും അവിടുത്തെ SDPI അങ്ങനത്തെ ആളുകളായിട്ട് അകന്നിട്ട് പോലും അദ്ദേഹത്തിന് 42,000-ഓളം വോട്ട് പിടിക്കാൻ കഴിഞ്ഞ സ്ഥലമാണ്. ആ സമയത്തൊക്കെ BJP ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പൊ BJPയും PC ജോർജ് കൂടി ചേർന്നാൽ വേണമെങ്കിൽ ജയിക്കാവുന്ന ആ ഒരു കോമ്പിനേഷനാണ് ഉള്ളത്. പാലായിലും അതുപോലെ തന്നെയാണ്. പാലായിൽ നല്ലൊരു പ്രകടനമാണ്. കാരണം നേരത്തെ പൂഞ്ഞാറിൽ ഉണ്ടായിരുന്ന ചില പഞ്ചായത്തുകളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ബന്ധവും PC ജോർജ്. ഷോണ് നല്ലൊരു ലീഡറാണ്, ജനകീയനാണ്, പെട്ടെന്ന് ആളെ കയ്യിലെടുക്കാൻ പറ്റും. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നല്ല സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടാവും. പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത് ക്രിസ്ത്യൻ വോട്ട് കിട്ടിയിട്ടില്ല വേണ്ടത്ര രീതിയിൽ. അത് പള്ളി നിയന്ത്രിക്കുന്ന വോട്ടുകൾ. പക്ഷേ പള്ളി സാധാരണക്കാരായ ആളുകൾക്ക്
ക്രിസ്ത്യാനിറ്റിയും പള്ളിയും തമ്മിൽ ബന്ധമൊന്നും അതെ അതെ അങ്ങനല്ല. അല്ല പള്ളിയുണ്ട്, പക്ഷെ പള്ളിയുടെ സഭാ നേതൃത്വം അവര് പറയുന്ന പോലെ ഒന്നല്ല അവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ചൊന്നും ആളുകൾ പോവില്ല. അല്ല, അത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഈ പി സി ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും പ്രസ്താവനകൾ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ കമന്റുകൾ വരുമ്പോൾ പി സി ജോർജിനെയും ഷോൺ ജോർജിനെയും അനുകൂലിച്ച് ഒരുപാട് ക്രിസ്ത്യൻ പ്രൊഫൈലുകൾ വരുന്നുണ്ട്. ഫേക്ക് ഒന്നല്ല, പക്ക ഫോട്ടോ ഇട്ടുള്ള പ്രൊഫൈലുകളിൽ നിന്നാണ് വരുന്നത്. ഏറ്റവും അനുകൂലമായുള്ള തീരുമാനം. പൊൻകുത്തുന്ന ഒരു ഫോട്ടോഗ്രാഫറുടെ ഒരു വൈകാരികമായ കുറിപ്പ് വന്നിരുന്നു. അതായത് പി സി ജോർജിനെ എതിരെ ദീപികയൊക്കെ അതെ പ്രചരണം നടത്തിയത്. അപ്പൊ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത്, ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് പി സി ജോർജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുനമ്പത്തെ പ്രശ്നം പി സി ജോർജ് പാലാ ബിഷപ്പിന്റെ വിഷയത്തിൽ ബിഷപ്പിനെ കൈകാര്യം പി സി ജോർജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ ക്രിസ്ത്യൻ സ്കൂളുകൾക്ക് നേരെ ആക്രമണം നടന്ന സമയത്ത് പള്ളുരുത്തി ജോർജ് മാത്രം ഹിജാബ് വിഷയത്തിൽ അന്ന് ഹൈബിയുടെ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? അതെ. ഹൈബിയുടെ ഓപ്പൺ ആയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി SDPIക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അന്ന് ഷോണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. FCRA വിഷയമാണെങ്കിൽ. അതുകൊണ്ട് സഭാ നേതൃത്വം അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് നിലപാട് സ്വീകരിച്ചാലും സാധാരണക്കാരനായ പള്ളി വിശ്വാസികൾ നല്ലൊരു അതാണ് ഷോൺ ചോദിച്ചത്. KC വേണുഗോപാലും ഈ പറയുന്ന BJ ജോസഫും ജോസ് കെ മാണിയൊക്കെ LDF ആണെങ്കിൽ UDF ആണ്, ഇവരെന്താണ് ചെയ്യുന്നത്? സഭയ്ക്ക് വേണ്ടി എന്താണ് അവർ ചെയ്യുന്നത്? സാധാരണക്കാർ, സഭയിലെ സാധാരണ വിശ്വാസികൾക്ക് വേണ്ടി അവരെന്ത് ചെയ്യുന്നു എന്നാണ് ഷോൺ ജോർജ് ചോദിച്ചത്. അതൊരു പ്രസക്തമായ ചോദ്യം. അപ്പൊ അതുകൊണ്ട് ആ 3 സീറ്റിൽ എന്ത് സംഭവിക്കുന്നു പറയാൻ കഴിയില്ല. പക്ഷെ നല്ല പ്രകടനമാണ് അവർ കാഴ്ചവെക്കുന്നത്. അതേപോലെ മറ്റൊരു മണ്ഡലമാണ് വൈക്കം. അവിടെ CPI സ്ഥാനാർത്ഥിയാണ് BJP അല്ല CPIയുടെ മുൻ MLA ആയിരുന്നു. അതും എന്ത് പറയാൻ പറ്റും നമുക്ക് പറയാം. ഒരുപക്ഷെ നല്ല വോട്ട് അദ്ദേഹം പിടിക്കുമായിരിക്കും. എറണാകുളത്ത് ഇടുക്കിയിൽ നല്ല പ്രകടനം നടക്കുന്നുണ്ട്. ഇടുക്കിയിൽ മുൻ MLA രാജേന്ദ്രൻ നല്ല പ്രകടനം കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ BDS ഒരു കാൻഡിഡേറ്റ് സംഗീത, അവരും കഴിഞ്ഞ തവണ നല്ല വോട്ട് പിടിച്ചാണ്. ഇത്തവണ എന്തായിരിക്കും കുറച്ചുകൂടി നല്ല പെർഫോമൻസ് നടത്താനാണ് 30,000 വോട്ട് കഴിഞ്ഞ തവണ പിടിച്ചാണ്. നമുക്ക് എറണാകുളം ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ എറണാകുളത്ത് കുന്നത്തുനാളിൽ ഏതാണ്ട് ജയിക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ്. കാരണം BJPയുടെ വോട്ടും ഉണ്ട്. ഈ 2020 നല്ലൊരു വോട്ടുള്ള സ്ഥലമാണ്. അവരുടെ ഏറ്റവും സ്വാധീന കേന്ദ്രം എന്ന് പറഞ്ഞാൽ കുന്നത്താണാണ്. പിന്നെ തൃപ്പൂണിത്തറ അവള് കുറെ വോട്ട് പിടിക്കും. അഞ്ജലി തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി BJP ഭരിക്കുന്നു. പക്ഷേ മരട് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ ചില വാർഡുകളും ചേർന്നാണ് തൃപ്പൂണിത്തറ. അവിടെ LDFും UDFും നേരത്തെ തന്നെ നേരിയ വോട്ടിനാണ് വ്യത്യാസം തവണ UDF ജയിച്ചത്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ BJPക്ക് ജയിച്ചു വരാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് തൃപ്പൂണിത്തറ. പിന്നെ നമുക്ക് നോക്കിയാൽ തൃശ്ശൂർ ഒരു പ്രാധാന്യം ഉണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ്. 80% ഹിന്ദുക്കളാണ് തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ. അങ്ങനെ ഒരു ഫാക്ടറും കൂടി ഉണ്ട് എറണാകുളം ജില്ലയിലായിട്ടും. എറണാകുളം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ഏരിയ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് പെട്ടെന്നൊരു. അങ്ങനെയാണല്ലോ. തൃശ്ശൂർ ജില്ലയില് BJP നല്ല പ്രകടനം കാഴ്ച. ഒരുപാട് മണ്ഡലങ്ങൾ, 7 മണ്ഡലത്തിൽ 6ലും ലീഡ് ചെയ്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പിന്നെ അതിൽ തന്നെ നാട്ടികയിൽ സിറ്റിംഗ് MLA മുകുന്ദൻ BJPയുടെ കൂടെ വന്നു. അവിടെയും ഒരു ജയസാധ്യത. മണലൂരില് തൃശ്ശൂർ BJP KK അനീഷ് കുമാർ നല്ല പ്രതാപ് എന്തായാലും തോൽക്കും എന്നുള്ള ഉറപ്പായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രതാപിന്റെ കുറെ നാടകങ്ങളൊക്കെ. അപ്പൊ അതൊന്നും പക്ഷെ ഏശില്ല. നല്ല ഫൈറ്റ് ആണ്. മണലൂരിൽ ഇപ്പൊ തൃശ്ശൂരിൽ നിന്നുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ BJP നേതാക്കളൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടാവും എന്നാ പറയുന്നത്. കാരണം അത്രയും നല്ല വർക്കും അനീഷിന് ആ രീതിയിലുള്ള ഒരു സ്വാധീനം അവിടെ ഉണ്ട്. സുരേഷ് ഗോപിയുടെ വിജയശില്പിയാണ് എന്ന് പറയാം. അതേപോലെ പിന്നെ തൃശ്ശൂർ നഗരത്തില് പത്മജയ്ക്ക് സാധ്യത വളരെയേറെ കൽപ്പിക്കുന്ന ആളുകളാണ്. കാരണം ഒന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ LDFന്റെ കാൻഡിഡേറ്റ് വീക്കാണ്. പിന്നെ UDFന്റെ കാൻഡിഡേറ്റ് പള്ളിയൊക്കെ ആയിട്ട് ബന്ധമുണ്ടെങ്കിലും അത്ര ഒരു ജനങ്ങൾക്കിടയിൽ അത്ര ലീഡർ ഒന്നല്ല. പ്രാദേശിക സത്യത്തിൽ ഈ പറയുന്ന പല്ലൻ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി പല്ലൻ മേയർ ആയതിനു ശേഷമാണ് അവിടെ ഭരണം നഷ്ടപ്പെട്ടത്. അങ്ങനെ പറയുന്നുണ്ട്. അവിടുത്തെ കോൺഗ്രസ്സുകാരനെ പറയുന്ന കാര്യം. പിന്നെ 10 വർഷം കഴിഞ്ഞിട്ടല്ലേ തിരിച്ച് ഇപ്പം ഭരണത്തിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇനിയും മണ്ഡലങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പൊ കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, V ഗോപാലകൃഷ്ണൻ എന്തായാലും നല്ല വോട്ട് പിടിക്കും. ഇരിഞ്ഞാലക്കുട നല്ല വോട്ട്. നേരത്തെ ജേക്കബ് തോമസ് നന്നായി വോട്ട് പിടിച്ച മണ്ഡലമാണ്. അതേപോലെ തന്നെ ഈ തൃശ്ശൂർ ലോക്സഭ മണ്ഡലത്തിന് കീഴിലല്ലാത്ത ചേലക്കരയിലൊക്കെ BJP നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് പട്ടികജാതി സംവരണ മണ്ഡലം. പാലക്കാട് ജില്ലയിലാണ് ഇപ്പം ശ്രദ്ധാകേന്ദ്രം. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമോ? ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ. കാരണം അവസാന നിമിഷം ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള ഒരു വികാരം ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവം അവരെ ടാർഗറ്റ് ചെയ്ത് നടത്തിയ ഒരു ഓപ്പറേഷനാണ്. ഷാഫി പറമ്പിലിന്റെ റീൽസ് ബ്രിഗേഡ് എന്നൊക്കെ പറയുന്ന ആ ബ്രിഗേഡും പിന്നെ ചില മാധ്യമ പ്രവർത്തകർ മീഡിയ വൺ, ബിഗ് TV ഒക്കെ പറഞ്ഞില്ല, ഇവരെല്ലാവരും കൂടെ ചേർന്ന ഒരു പ്ലോട്ടിൽ അവരെ ഒന്ന് പെടുത്താൻ നോക്കിയതാണ്. സ്വാഭാവികമായിട്ട് നല്ലൊരു ഹൈപ്പ് ശോഭാ സുരേന്ദ്രനെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അത്രയും നല്ല
ക്യാമ്പയിനിങ് അവിടെ നടത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ഒരു ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നത്. പക്ഷെ അത് തിരിച്ചടിക്കാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരു 5000-10000 ഭൂരിപക്ഷത്തിന് ശോഭ ജയിച്ചേക്കാന്നൊക്കെയാണ് അവിടെ നിന്നുള്ള വിലയിരുത്തൽ. പക്ഷെ നല്ല ടഫ് ബാറ്റിലാണ്. പഞ്ചായത്തുകൾ ബിജെപിക്ക് അത്ര സ്വാധീനം ഇല്ലാത്തതാണ്. 3 പഞ്ചായത്തുകളും പിരായിരി, മാത്തൂർ, കണ്ണാടി. അതിൽ കണ്ണാടി, മാത്തൂറും ഇടത് അനുഭാവമുള്ള കൂടുതലുള്ള പഞ്ചായത്തുകളാണ്. 30% മുസ്ലിം വോട്ടാണ്. അത് എൻ ബ്ലോക്ക് ആയിട്ട് UDF സാധ്യത. പക്ഷേ റസാഖ് LDF-ന്റെ സ്ഥാനാർത്ഥി കുറച്ച് വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിയുടെ പരമാവധി വോട്ട് 50,000 വോട്ട് ശ്രീധരൻ പിടിച്ച വോട്ട്. അത് മറികടന്നാൽ പോലും ശോഭയ്ക്ക് ജയിക്കണമെങ്കിൽ കുറച്ചും കൂടെ വോട്ട് പിടിക്കണം അഡീഷണൽ. പക്ഷെ ആ രീതിയിൽ ഒരു തരംഗണ്ടെന്ന് പറയപ്പെടുന്നു. എന്തായാലും അത് മലമ്പുഴയിൽ എന്താണ് സ്ഥിതി? മലമ്പുഴ പക്ഷെ ജയിക്കുവോ? എനിക്ക് അതിലൊരു ഡൗട്ട്. ക്രമമായിട്ട് വോട്ട് വർദ്ധിപ്പിച്ച ആളാണ് കൃഷ്ണകുമാർ. 52,000 വോട്ട് പിടിച്ചു. ആ സമയത്തും 25,000 വോട്ടിന് താഴെയായിരുന്നു വ്യത്യാസം. പക്ഷെ ഇത്തവണ സുരേഷ് VS അച്യുതാനന്ദന്റെ PA ആയിരുന്ന സുരേഷാണ് പാർട്ടി മാറിയിട്ട് അദ്ദേഹം UDF-ന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം എത്രത്തോളം CPM വോട്ടുകളിൽ കടന്നു കയറുന്നു? ഒരു 10,000 CPM-ന്റെ വോട്ടൊക്കെ അദ്ദേഹം ത്രികോണ മത്സരം വരികയാണെങ്കിൽ, ത്രികോണം തന്നെയാണ് വരുന്നത്. അല്ല നല്ലൊരു ടൈറ്റ് ഫൈറ്റിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോ സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ കഴിയില്ല ഒരിക്കലും. കാരണം അത്രയും ജനകീയമായിട്ട് ഇടപെടുന്നുണ്ട്. ആദ്യത്തെ തവണയൊക്കെ കൃഷ്ണകുമാർ എല്ലാ വീടുകളിലും കയറിയിട്ടാണ്. കുറച്ച് വൈകിട്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ മുമ്പത്തെ തവണ 2016 അദ്ദേഹം നന്നായിട്ട് വോട്ട് പിടിച്ചു. അടുത്തവണ അതിനേക്കാൾ കൂടി 2021. കാരണം മറ്റ് കേരളത്തിലെ പല സ്ഥലത്തും BJPയുടെ വോട്ട് 2016-നേക്കാൾ 2021 കുറയാണ് ചെയ്തത്. പക്ഷെ അവിടെ കൂടുകയാണ്. അതൊരു ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റു എന്നുള്ളതാണ് മാർക്കായിട്ട്. ഷൊർണൂരിൽ ശങ്കുട്ടി ദാസാണ് സ്ഥാനാർത്ഥി. അദ്ദേഹം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും. കഴിഞ്ഞ തവണയും നമ്മുടെ സന്ദീപ് വാര്യർക്ക് നല്ല വോട്ട് കിട്ടിയ സ്ഥലമാണ് ഷൊർണൂർ. അദ്ദേഹം പിന്നെ പാർട്ടി മാറിപ്പോയി. ഒറ്റപ്പാലത്ത് മേജർ രവി ഒരു സിനിമാ പരിവേഷമുള്ള ഒരാളാണെന്ന നിലയിൽ അദ്ദേഹത്തിന് കുറെ വോട്ട് കിട്ടാൻ മാത്രമല്ല BJPക്ക് നല്ല സ്വാധീനമുള്ള പ്രദേശം. ഇതാണ് എടുത്തു പറയത്തക്ക മണ്ഡലം. പിന്നെ മലപ്പുറത്തൊന്നും BJPക്ക് ഇങ്ങനെ കാര്യമായ സ്വാധീനമില്ല. കോഴിക്കോട് 1-2 കോഴിക്കോട് നോർത്തും സൗത്തും 1-2 നോർത്തും സൗത്തിലും നോർത്തും സൗത്തിലും നല്ല പെർഫോമൻസ് ആണ്. ഒരു 38,000-40,000 വോട്ട് ഷുവറായിട്ട് നവ്യ പിടിക്കും. വേണമെങ്കിൽ ജയിക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. കാരണം അവിടെ എനിക്ക് തോന്നുന്നു 50,000-ന് വോട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ജയിക്കാൻ പറ്റും. അതെ. ഒരു ത്രികോണ മത്സരമാണ് ഇത്തവണ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ കോഴിക്കോട് അങ്ങനെ ത്രികോണ പോരാട്ടം ഉണ്ടാവാറില്ല. പക്ഷെ BJP ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കോഴിക്കോട് നോർത്തിൽ വോട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 31,000-ന് വോട്ട് MT രമേശ് പിടിച്ചിരുന്നു. ലോക്സഭ വന്നപ്പോൾ അത് 33,000-ന് എത്തി. 2011 രഘുനാഥ് മത്സരിക്കുമ്പോൾ 10,000-ൽ താഴെ മാത്രം വോട്ട് ഉണ്ടായിരുന്ന സ്ഥലം. അവിടെ നിന്നാണ് ഈ ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ നവ്യ 40,000 പിടിക്കുകയാണെങ്കിൽ, അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അടുത്ത തവണ വേണമെങ്കിൽ ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം. ഇത്തവണയും ജയസാധ്യതയുണ്ട് പറയാൻ പറ്റും. പിന്നെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ്. തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിനെ മാത്രം ആസ്പദമാക്കി ആവശ്യമില്ല. പിന്നെ റനീഷും നല്ല വോട്ട് പിടിച്ചു. റനീഷാണ് എനിക്ക് തോന്നുന്നു കൂടുതലൊരു വലിയ ഓളം ഉണ്ടാക്കിയത്. ക്യാമ്പയിനിങ്ങിൽ അവിടെ മുൻതൂക്കം ഉണ്ടാക്കിയത് റനീഷാണ്. അവസാന ലീഗുകാര് റനീഷിനെതിരെ വലിയ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഇട്ടായിരുന്നു തലേ ദിവസമൊക്കെ. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ അറിയാലോ, റനീഷ് വലിയൊരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കും. ചിലപ്പോ രണ്ടാമത് വന്നേക്കാം. കാസർഗോഡിലെ 2 മണ്ഡലത്തിലാണ് ഇനി പിന്നെ BJPക്ക് ചാൻസ് ഉള്ളത്. മഞ്ചേശ്വരത്തും കാസർഗോഡും. മഞ്ചേശ്വരത്ത് കപ്പനും ചുണ്ടിനും ഇടയിലാണ് കഴിഞ്ഞ മുമ്പത്തെ തവണ അയാൾക്ക് സീറ്റ് പോയത് സുരേന്ദ്രന്. കഴിഞ്ഞ തവണയും നേരിയ വോട്ടിന് 1000-ൽ താഴെ വോട്ടിനാണ് തോറ്റത്. ഇത്തവണ നല്ല പെർഫോമൻസ് ആണ്, നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. BJPയുടെ ഒരു എതിർ പോയിന്റുകൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ 65,000 വോട്ടാണ് BJPക്ക് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ കുറച്ച് വോട്ടുകൾ BJPക്ക് SIR-ൽ പോയി. അതേസമയത്ത് മുസ്ലിം ലീഗിനുണ്ടായിരുന്ന വോട്ടുകളൊക്കെ കൂടുതൽ സമാഹരിച്ച് അവർ ശക്തിപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു നെഗറ്റീവ് പോയിന്റ്. പക്ഷേ പ്രവാസികളുടെ 7,000 വോട്ടെങ്കിലും. കാരണം 9,000-ഓളം പ്രവാസികളാണ് കഴിഞ്ഞ കുറച്ചുപേര് വന്നിട്ടുണ്ട്. 2,000 പേരൊക്കെ വന്നിട്ടുണ്ട്. 7,000 പ്രവാസികളുടെ ഒരു വ്യത്യാസം ഉണ്ടാവുന്നതാണ് പറയുന്നത്. അത്രയും ടൈറ്റ് ആയിട്ടുള്ള കോൺടെസ്റ്റ് നടക്കുമ്പോഴേ. അപ്പൊ അതുകൊണ്ട് പിന്നെ സുരേന്ദ്രന്റെ ക്യാമ്പയിനിങ് ഇത്തവണ ഒരു ലോ പ്രൊഫൈൽ ആയിരുന്നു. വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതെ. പിന്നെ ജനകീയനാണ് അദ്ദേഹം. അവിടെ 2 തവണ മത്സരിച്ചതാണ്. ഒരു സിമ്പതി വേവ് ഉണ്ടെന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഹിന്ദു കമ്മ്യൂണിറ്റിക്കിടയിൽ സുരേന്ദ്രൻ ജയിക്കണം എന്നുള്ളൊരു താല്പര്യം പൊതുവെ ഉണ്ടെന്ന് പറയുന്നു.
അപ്പൊ അത്തരം വിവാദ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലീഗിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ AK അഷ്റഫിന്റെ ശൈലിയോടൊന്നും പല മുതിർന്ന നേതാക്കൾക്കും താല്പര്യമില്ല. പിന്നെ SDPIയുടെ ഫാക്ടർ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ CPM എത്ര വോട്ട് പിടിക്കുന്നു? CPM ഒരു 38-40 ഒരു 35 വോട്ട് വരെ പിടിച്ചാൽ തന്നെ BJPക്ക് ഏതാണ്ട് കാര്യങ്ങൾ. ഷാനവാസ് പാദൂർ കാസർഗോഡിന് പകരം മഞ്ചേശ്വരത്ത് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ സുരേന്ദ്രൻ നല്ല ഭൂരിപക്ഷം. പക്ഷെ അതുകൊണ്ട് തന്നെ ഷാനവാസ് പാദൂർ ഉള്ളത് കൊണ്ട് തന്നെ കാസർഗോഡ് ഇത്തിരി സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത്. BJPക്ക് നേരത്തെ മഞ്ചേശ്വരം തട്ടി നോക്കുന്ന സമയത്ത് കാസർഗോഡ് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു സ്ഥാനാർത്ഥി അതൊരു 9%-8%. അതിലൊരു 13,000-12,000 വോട്ടൊക്കെയാണ് സാധാരണ. ചിലപ്പോൾ 8,000 ആ റേഞ്ചിലാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നേമം, കഴക്കൂട്ടം, തൃശ്ശൂർ ഈ സീറ്റുകൾ, കുന്നത്തുനാട് ഈ സീറ്റ് ഓൾമോസ്റ്റ് ഷുവർ സീറ്റാണ്. 4 സീറ്റ്. പാലക്കാട് മഞ്ചേശ്വരം ഒക്കെ ജയിച്ചേക്കാം. വട്ടിയൂർക്കാവ് ജയിക്കാം, തിരുവനന്തപുരം ജയിക്കാം, കാട്ടാക്കട ജയിക്കാം. പിന്നെ ഏതാണ്ട് ഓൾമോസ്റ്റ് ഇവിടെയും ചാത്തന്നൂരും ജയിക്കാം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 8-9 സീറ്റൊക്കെ വരെ BJPക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അക്കൗണ്ട് തുറക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. എത്ര സീറ്റ് വരുന്നുള്ളത് നമുക്ക് ഏതായാലും May 4 അറിയാം.